അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ ഇതുവരെ നമ്മൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും അള്ളാഹു സൽപ്രവർത്തനങ്ങളായി സ്വീകരിക്കുകയും സ്വർഗം സമ്മാനമായി പ്രതിഫലമായി നൽകുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ അതിൻ്റെ നന്മകളെക്കുറിച്ച്, പുണ്യങ്ങളെക്കുറിച്ച് പറയുന്ന കൂടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സംഭവബഹുലമായ ബദർ യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച മാസമാണ് റമദാൻ. ബദർ യുദ്ധം എന്താണ് എന്നും അതെങ്ങനെയാണ് നടന്നത് എന്നും രണ്ടു ഭാഗങ്ങളിലും എത്ര ആളുകൾ ഉണ്ടായിരുന്നുവെന്നും ആരാണ് നേതാക്കന്മാരെന്നുമൊക്കെ ചെറുപ്പം മുതലേ മദ്രസയിലും പുസ്തകങ്ങളിലും പാട്ടിലും കഥാപ്രസംഗങ്ങളിലുമൊക്കെയായി മുസ്ലിം സമുദായം പഠിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എന്താണ് സത്യത്തിൽ ബദർ യുദ്ധത്തിൽ അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? എന്തിനു വേണ്ടിയാണ് ബദർ യുദ്ധം നടന്നത് എന്നതിന്റെ മർമ്മം, ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം വളരെ കുറഞ്ഞു മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും അറിയാതെ പോവുകയും ചെയ്തു കഴിഞ്ഞു. ഒരു ഖുത്ബയിൽ പറയാവുന്ന പരിമിതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അറിയേണ്ട ഏറ്റവും കാതലായൊരൊറ്റ ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ബദർ എന്നതൊരു ആദർശ പോരാട്ടമാണ്. ഇത് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാണ്. ആദർശ പോരാട്ടമാണ്. ഏത് ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്? തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമാണ്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അള്ളാഹുവിന്റെ ദീനും അള്ളാഹു വെറുത്ത ദീനും തമ്മിലുള്ള പോരാട്ടമാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും, അപ്പുറത്ത് അള്ളാഹുവിനെ, മുഹമ്മദ് നബിയെ അങ്ങേയറ്റം ഉപദ്രവിക്കുക ചെയ്ത അബൂജഹലും ടീമും തമ്മിലുള്ള പോരാട്ടമാണ്. ഇതാണ് ബദർ. ഇതാണ് ബദർ. സഹോദരങ്ങളെ, മുഹമ്മദ് നബിയും അബൂജഹലും തമ്മിൽ നടക്കുന്ന, ഇസ്ലാമും കുഫറും തമ്മിൽ നടക്കുന്ന, തൗഹീദും ശിർക്കും തമ്മിൽ നടക്കുന്ന ഈ ആദർശ പോരാട്ടത്തിന്റെ ആദ്യത്തെ വഴിയിലേക്ക് നമ്മൾ വരികയാണ്. യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും
വാനലോകത്തേക്കുയർത്തി അള്ളാഹുവിനോട് സുദീർഘമായി പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസ്വാബ ലൻ തുഅബദ് ഫിൽ അർളി അബദ. അല്ലാഹുവേ, ഞങ്ങൾ ഈ 300 ചില്ലാനം വരുന്ന വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ആ ആളുകളെങ്ങാനും ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അല്ലാഹുവേ, പിന്നെ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളും ഈ നാട്ടിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണമേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അത് ആരുടെ അറിയോ? അബൂജഹലിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ യുവാക്കളും യുവതികളുമായ വിദ്യാർത്ഥികളടക്കം സാഗൂതം ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥനയാണ്. അബൂജഹൽ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വന്നു, കഅബയുടെ കില്ല പിടിച്ചു. എന്നിട്ട് ബദർ യുദ്ധം ജയിക്കുവാൻ വേണ്ടി അബൂജഹൽ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേൾക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഉൻസുർ അഅസുൽ ജുൻദൈൻ വ അക്രിമൽ ഫിഅതൈൻ വ ഖൈറൽ ഖബീലതൈൻ. അല്ലാഹുവേ, ഞങ്ങൾ 2 ടീമുണ്ടല്ലോ, ഈ ടീമിൽ ഏറ്റവും ഉന്നതന്മാരായ ആളുകളെ നീ വിജയിപ്പിക്കണമേ. ഏറ്റവും ആദരണീയവരും നല്ലവരുമായ ടീമിനെ നീ വിജയിപ്പിക്കണമേ അല്ലാ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി ബദർ യുദ്ധം ജയിക്കാൻ വേണ്ടി ആരോടാണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട്. മുഹമ്മദ് നബിയെ ശക്തമായി എതിർക്കുന്ന ശിർക്കിന്റെ നേതാവായ അബൂജഹൽ ബദർ യുദ്ധം നടത്തുന്നതിൽ വിജയിക്കുന്നതിന് വേണ്ടി ആരോടാണ് പ്രാർത്ഥിച്ചത്? മൺമറഞ്ഞു പോയവരോടാണോ? അല്ല. ഔലിയാക്കന്മാരോടാണോ? അല്ല. ഇബ്രാഹിം നബിയോടാണോ? അല്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, നീ ഞങ്ങളെ വിജയിപ്പിക്കണമേ. അള്ളാഹുവിനോട് മുഹമ്മദ് നബിയും പ്രാർത്ഥിക്കുന്നു, അതേ അള്ളാഹുവിനോട് അബൂജഹലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് മുഹമ്മദ് നബിയും അബൂജഹലും 2 പക്ഷക്കാരാവുക? എങ്ങനെയാണ് മുഹമ്മദ് നബി മാത്രം ഇസ്ലാമിന്റെ ഭാഗത്തും അബൂജഹൽ മുശ്രിക്കുകളുടെ ഭാഗത്തുമാവുക? എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും അബൂജഹലിന്റെ കൂടെയുള്ളവരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹിം ചൊല്ലുക? 2 പേരും അള്ളാഹുവിനെയാണല്ലോ വിളിച്ചത്. ഇതാണ് ബദറിന്റെ അകക്കാമ്പ്. ഇതാണ് ബദറിന്റെ അകക്കാമ്പ്. ഈ അകക്കാമ്പാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതാണ് മുസ്ലിം ലോകം പഠിക്കേണ്ടത്. സഹോദരങ്ങളെ, അതറിയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് എന്താണ് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞത് എന്ന് പഠിച്ചാൽ മതി. മുഹമ്മദ് നബി അവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകളോട് പറഞ്ഞത്, കൂട്ടരെ, അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്നാണോ? അല്ല. പടച്ചോൻ ഏകനാണ് എന്ന് വിശ്വസിക്കണമെന്നാണോ? അതും അല്ല. അല്ലാഹുവാണ് വലുത്, നിങ്ങളൊന്നുമല്ല വലുത് എന്നാണോ? ഇതൊന്നും മക്കയിലെ മുശ്രിക്കുകളെ പഠിപ്പിക്കണ്ട. അബൂജഹലിനെ പഠിപ്പിക്കണ്ട, അബൂലഹബിനെ പഠിപ്പിക്കണ്ട. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴുള്ള മക്ക അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുടെ മക്കയാണ്. അത് വെറുതെ സംസാരിക്കല്ല. ഖുർആനിലെ 40ഓളം ആയത്തുകൾ ഇത് മാത്രം സംസാരിക്കാൻ, 1-2 ആയത്തുകൾ ഉദ്ധരിക്കാൻ. ഞാൻ എന്തിനങ്ങനെ പറയണറിയോ? പുതിയ തലമുറയിലെ ആളുകളും നമ്മൾക്കും ഇത് മനസ്സിലേക്ക് ഇറങ്ങാനാണ്. അള്ളാഹു പറയാൻ, പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചോ നമ്മോട് പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി പറയാം, നബിയെ, വലഇൻ സഅൽതഹും, മുഹമ്മദ് നബി, നീ അബൂജഹലടക്കമുള്ള മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്ക്. എന്താ ചോദിക്കേണ്ടത്? മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അബൂജഹലടക്കമുള്ള മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്ക്. അല്ലാഹ് പറയാൻ, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ഉത്തരം അല്ലാഹ്, അത് പടച്ചോനാണ് എന്നായിരിക്കും, അല്ലയാണ് എന്നായിരിക്കും. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിച്ചു പരിപാലിക്കുന്നത് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് മുഹമ്മദ് നബി താങ്കൾ ചോദിക്ക്. ലയഖൂലുന്ന, തീർച്ചയായും അവർ ശങ്കയില്ലാതെ പറയും അല്ലാഹ്, അത് പടച്ചോനാണ്, അല്ലാഹുവാണ് എന്നവർ പറയും. ഖുൽ, പ്രവാചകനെ വീണ്ടും ചോദിക്ക്, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും മനുഷ്യന് ജീവിക്കാനായ മുഴുവൻ റിസ്ക്കുകളും, ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ, ജോലികൾ, താമസങ്ങൾ, വാഹനങ്ങൾ, മനുഷ്യനാവശ്യമായ ഭൂമിയിലും ആകാശത്തുള്ള മുഴുവൻ വിഭവങ്ങളും സസ്യലതാദികളും മൃഗങ്ങളെയും മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ചത് മനുഷ്യന് നൽകുന്നവൻ ആരാണ്?
ഖുർആനിന്റെ ഉത്തരം അല്ല പറയാൻ, ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലയാണ്. ആര് പറയും? ആര് പറയും? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നല്ല. പിന്നെയോ അബൂജഹൽ പറയും അല്ലാഹുവാണ് എന്ന്, അബൂലഹബ് പറയും അല്ലാഹുവാണ് എന്ന്, മുഹമ്മദ് നബിയെ എതിർത്ത മുശ്രിക്കുകൾ പറയും അത് അല്ലാഹുവാണ് എന്ന്. ഖുൽ, പ്രവാചകരെ വീണ്ടും ചോദിക്ക്, മൻ ബിയദിഹി മലകൂത് കുല്ലി ശൈഇൻ വഹുവ യുജീർ വലാ യുജാറു അലൈഹി, ആരാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്? ഇന്നാളുകൾ പറയുന്നു മരിച്ചുപോയ ഏതോ ഒരു ഔലിയുടെ പേര് പോകട്ടെ, പക്ഷെ അബൂജഹൽ പോലും അങ്ങനെ പറയില്ല. ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്? ആരാണ് മൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ആരാണ് മനുഷ്യരെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതുമൊക്കെ ആരാണ്? അതിന് അല്ലാഹ് പറയാൻ, സയഖൂലൂന ലില്ലാഹ്, മക്കയിലുള്ള എല്ലാ മുശ്രിക്കുകളും ഒന്നടങ്കം പറയും അല്ലാഹുവാണ് എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഒന്ന് കൂട്ടിവെക്കണം, ലോകത്തെ സൃഷ്ടിച്ചത് പടച്ചോനാണ്, ലോകത്തെ സസ്യലതാദികളെ പടച്ചത് പടച്ചോനാണ്, ഭക്ഷണം തരുന്നതും മരിപ്പിക്കുന്നതും ജനിപ്പിക്കുന്നതും സൂര്യനെയും ചന്ദ്രനെയും ലോകത്തെ മുഴുവൻ മനുഷ്യനും അന്നം നൽകുന്നതെല്ലാം പടച്ചവനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? ബദറിൽ നബിക്കെതിരെ പോരാടിയവർ, ബദറിൽ നബിയെ കൊല്ലാൻ ശ്രമിച്ചവരുടെ വിശ്വാസമാണ് ഈ പറയുന്നത്. കഴിഞ്ഞോ? ഇല്ല. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പേരിടുമ്പം ഏറ്റവും നല്ല പുണ്യമുള്ള പേര് അള്ളാഹുവിന്റെ പേരാണ്, അത് ചേർത്തി പറയലാണ് എന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, നമ്മുടെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനോട് മുഹമ്മദ് നബിയുടെ ഉപ്പാന്റെ പേരെന്താ ചോദിച്ചാൽ അവന് പറയില്ല. എന്താ പേര്? അബ്ദുള്ള. അബ്ദുള്ള എന്നതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ അടിമ. അള്ളാഹുവിന്റെ അടിമ എന്ന് മുഹമ്മദ് നബി ജനിക്കുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബിയുടെ ഉപ്പാക്ക് അബ്ദുൽ മുത്തലിബ്, ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത അബ്ദുൽ മുത്തലിബ്, ആ പേരിടാനുള്ള കാരണം എന്താ? നബിന്റെ വല്യാപ്പെട്ട പേരാണ്. അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിനോടുള്ള ആദരവ്, പടച്ചോനോടുള്ള ബഹുമാനം, സ്വന്തം കുട്ടിക്ക് അള്ളാഹുവിന്റെ പേര് ചേർത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വരാത്ത അബ്ദുൽ മുത്തലിബ് ഇട്ടത് മക്കയിൽ എല്ലാവർക്കും ഇടുന്ന പേരാണ് അബ്ദുള്ള. നബി വരുന്നതിന്റെ മുന്ന് അള്ളാന്റെ അടിമ, അള്ളാന്റെ അടിമ, വിഗ്രഹത്തിന്റെ അടിമയല്ല, ജാറത്തിന്റെ അടിമ എന്നല്ല, അള്ളാന്റെ അടിമ. നബി വരുമ്പം മക്കയിലെ മുശ്രിക്കുകളുടെ പേരാണ് അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആം 136-ാമത്തെ ആയത്ത് മക്കയിലെ മുശ്രിക്കുകളുടെ നേർച്ചയെ കുറിച്ച് പറയാൻ, വജഅലു ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആം നസീബ. മക്കയിലെ മുശ്രിക്കുകൾ കൃഷി ചെയ്യും, അതേപോലെ കന്നുകാലികൾ വളർത്തും. അതിന്റെ വിളവെടുപ്പുണ്ടാകുമ്പോൾ അവർ അതിൽ ഒരു പങ്ക് മാറ്റിവെക്കും. എന്നിട്ട് പറയും, ഫഖാലു ഹാദാ ലില്ലാഹ്, ഇത് ഞങ്ങൾ പടച്ചോന്റെ മാർഗത്തിൽ നേർച്ച നേർന്നതാണ്, പടച്ചോന്റെ മാർഗത്തിൽ നേർച്ച നേർന്നതാണ് ഈ വിഭവങ്ങളെല്ലാം, ഈ കന്നുകാലികളെല്ലാം, അത് പടച്ചോന്റെ മാർഗത്തിൽ ഞങ്ങൾ കൊടുക്കുകയാണ്, അള്ളാഹ്ക്ക് നേർച്ച നേർന്നതാണ് ഞങ്ങൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? എന്നിട്ട് നബിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കണമെന്ന് അറിയോ? യാ റസൂലല്ലാഹ്, നബിയെ, ഇന്നി നദർതു ഫിൽ ജാഹിലിയ്യ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഒരു നേർച്ച നേർന്നിരുന്നു. എന്താ നേർച്ച? അൻ അഅതകഫ ഫിൽ മസ്ജിദിൽ ഹറാമി ലൈല, ഹറമിൽ, മസ്ജിദുൽ ഹറാമിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു രാത്രി ആരാധനയുമായി കഴിച്ചുകൂട്ടും എന്ന് ജാഹിലിയത്തിലായിരിക്കുമ്പോൾ ഞാൻ നേർച്ച നേർന്നു. എന്താണ് നേർച്ച? ഇഅ്തികാഫിരിക്കാൻ. എവിടെ? ഹറമിൽ. ആരെ ആരാധിച്ചിട്ട്? അള്ളാഹനെ ആരാധിച്ചിട്ട്. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എപ്പോൾ? ഇസ്ലാമിലേക്ക് വരുന്നതിന് മുന്നേ ഗുണ്ടയായപ്പോൾ. എന്നിട്ട് നബിയോടുള്ള ചോദ്യം, നബിയെ, ആ നേർച്ചയും ആ ഇഅ്തികാഫും ഞാൻ പൂർത്തീകരിക്കണമോ? അപ്പൊ നബി ചോദിച്ചു, പടച്ചോന്റെ മാർഗത്തിൽ ചെയ്തതല്ലേ, ഹലാലല്ലേ, ജാഹിലിയത്തിലാണെങ്കിലും ഔഫു ബിനദിരിക്, ഇസ്ലാമിലേക്ക് കടന്നു വന്നാലും പടച്ചോൻ ഇഷ്ടപ്പെട്ട നേർച്ചയായതുകൊണ്ട് ഇഅ്തികാഫ് എന്ന് അള്ളാന്റെ പേരിൽ നീ നടത്തിയ നേർച്ച നീ പൂർത്തീകരിച്ചോ, നടപ്പിലാക്കിക്കോ. നമ്മുടെ മനസ്സിലെ ആലോചിച്ചു കൊണ്ടുവരണം. എന്ത്? പടച്ചവനെ വിശ്വസിക്കുന്ന, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ പേരിൽ മക്കൾക്ക് പേരിടുന്ന, അവനവന്റെ വരുമാനത്തിൽ നിന്ന് അള്ളാഹുവിനെ നേർച്ച നേരുന്ന, അവനവന്റെ ജീവിതത്തിൽ ഹറമിൽ പോയി പടച്ചവനോട് ഇബാദത്തെടുക്കാൻ ഇഅ്തികാഫ് നേർച്ച നേരുന്ന ഇവരെങ്ങനെയാണ് കൂട്ടരെ മുശ്രിക്കുകളായി മാറിയത്? ഇതേ വിശ്വാസമല്ലേ നമുക്കുള്ളത്? ഇതേ വിശ്വാസമല്ലേ മുഹമ്മദ് നബിക്കുള്ളത്?
മുഹമ്മദ് നബി വിശ്വസിക്കണം അള്ളയാണ് ലോകം പടച്ചതെന്നല്ലേ? അള്ളാഹുവിന്റെ പേരിലല്ലേ മക്കൾക്ക് പേരിടുന്നത്? അള്ളാഹുവാണ് ലോകത്ത് മുഴുവൻ സംരക്ഷിക്കുന്നത് എന്നല്ലേ? പടച്ചോന്റെ പേരിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ച നേരുന്നവരല്ലേ? പടച്ചോന്റെ മാർഗത്തിൽ എത്തിക്കാതിരിക്കുന്നതല്ലേ? അതുതന്നെയല്ലേ അബൂജഹലും ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാണ് നബിയും അബൂജഹലും രണ്ടും രണ്ടായി മാറിയത്? അതേ പടച്ചോനല്ലേ ഇതേ ബദറിന്റെ വേളയിൽ അബൂജഹൽ വിളിക്കുന്നത് അല്ലാഹുമ്മ, പടച്ചോനെ നീ ഈ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും നല്ലവരെ വിജയിപ്പിക്കണമേ എന്ന് അതേ പടച്ചോനെ വിളിച്ചിട്ടാണ് അബൂജഹൽ തേടുന്നത്. ഖുർആനിൽ ഒരു പ്രാർത്ഥന കൂടി പറയുന്നുണ്ട്, നമ്മൾ അത്ഭുതപ്പെട്ടോകും. മക്കയിലെ മുശ്രിക്കുകൾ കടൽ മാർഗം ഇങ്ങനെ പോകും, ചിലപ്പോ കടലിൽ ഇങ്ങനെ തിരമാല വന്നിട്ട് വന്ന് തിരൽമാലകൾ ശക്തമാകുമ്പോൾ അവർ പ്രാർത്ഥിക്കും. ആരോട്? ഖുർആന്റെ ആയത്താട്ടോ, ഫഇദാ റകിബൂ ഫിൽ ഫുൽക്, അവർ കപ്പലിൽ യാത്ര ചെയ്യാൻ, ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദഅല്ലാഹ്, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ആര്? മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും. എങ്ങനെ? മുഖ്ലിസീന, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, പടച്ചോനെ കാക്കണേ, പടച്ചോനെ രക്ഷപ്പെടുത്തണമേ, പടച്ചോനെ ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു തരണമേ, അല്ലാഹുവെ മരിപ്പിക്കല്ലേ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പ്രാർത്ഥിക്കും. മുഖ്ലിസീൻ, ആത്മാർത്ഥമായി, ലഹുദ്ദീൻ, ആത്മാർത്ഥമായ ദീനിന്റെ നിഷ്കളങ്കമായ കീഴ്വണക്കത്തോടെ അവർ പടച്ചോനോട് പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, പിന്നെങ്ങനെ ഒരു മുശ്രിക്കായി? പിന്നെങ്ങനെ അവര് മുശ്രിക്ക് നമ്മൾ വിളിക്കുക? ഇതാണ് ബദറിന്റെ ബേസ്. ഈ ബേസ് നാട്ടിൽ ചർച്ച ചെയ്യൂല. എന്താ സോങ്ങളെ പ്രശ്നം അറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും തമ്മിലുള്ള വ്യത്യാസം, ഇസ്ലാമും കുഫറും തമ്മിലുള്ള വ്യത്യാസം. അബൂജഹലും ടീമും അല്ലാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു, കൂടെ അമ്പിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിച്ചു. അബൂജഹലും ടീമും അല്ലാഹുവിനെ നേർച്ച നേർന്നു, അല്ലാഹുവല്ലാത്ത ഔലിയാക്കൾക്കും നേർച്ച നേർന്നു. അബൂജഹലും ടീമും അല്ലാഹുവിനെ പിടിച്ചു സത്യം ചെയ്തു, അല്ലാഹു അല്ലാത്ത മുൻഗാമികളെയും പിടിച്ചു സത്യം ചെയ്തു. അബൂജഹലും ടീമും അല്ലാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്യുകയും ആരാധന നിർവഹിക്കുകയും ഇബാദത്തുകൾ നിർവഹിക്കുകയും ചെയ്തു. അവർ അല്ലാഹു അല്ലാത്തവർക്കും ആരാധനകളും ഇബാദത്തുകളും ചെയ്യുകയും ചെയ്തു. മുഹമ്മദ് നബിയോ അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു, അല്ലാഹുവിനോട് മാത്രം സഹായം തേടി, അല്ലാഹുവിന് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തി, അല്ലാഹുവിന് മാത്രം ഇഅ്തികാഫുകൾ നടത്തി, പടച്ചോനോട് മാത്രം ആരാധനകൾ നടത്തി, അല്ലാഹുവിനോട് മാത്രം, പടച്ചോനോട് മാത്രം, അല്ലാഹുവിനോട് മാത്രം, അല്ലാഹുവിനെ മാത്രം. ഈ മാത്രമാണ് തൗഹീദ്. ഇതാണ് ബദറിന്റെ അകക്കാം, ഇതാണ് വിശ്വാസം, ഇതാണ് ആദർശം, ഇതാണ് അല്ലാഹുവിന്റെ ആദർശം, ഇതാണ് മുഹമ്മദ് നബിയുടെ ആദർശം. ഈ മാത്രമാണ് തൗഹീദ്, ഈ മാത്രം. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു. കപ്പലിൽ നിന്ന് പറഞ്ഞില്ലേ, കപ്പലിൽ നിന്ന് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു പറഞ്ഞില്ലേ? ആ ആയത്തിന്റെ അവസാനം ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, പടച്ചോനോട് ആത്മാർത്ഥമായിട്ട് അബൂജഹലും ടീമും പ്രാർത്ഥിച്ചിട്ടേ അല്ല രക്ഷപ്പെടുത്തിയാൽ, കടന്ന് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അപ്പോലെ പറയും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ടും ഇബ്രാഹിം നബിന്റെ ഇസ്മായിൽ നബിന്റെ ബർക്കത്ത് കൊണ്ടും നമ്മൾ രക്ഷപ്പെട്ടു എന്നവര് പറയും. അതാ ശിർക്ക്, അതാ അവര് പിഴച്ചത്, അതാണ് അവർ പിഴച്ചത്. നമ്മൾ പറഞ്ഞില്ലേ, അവർ പടച്ചോന് വേണ്ടി നേർച്ച നേരും കന്നുകാലികളെയും കൃഷിയിടങ്ങളെയും കൃഷിവസ്തുക്കളെയും. എന്നിട്ട് അവർ പറയും ഹാദാ ലില്ലാഹ്, ഇത് പടച്ചോനില്ലതാണ്. എന്നിട്ടോ വഹാദാ ലിശുറകാഇനാ, രണ്ടാമത്തെ ഭാഗം ഉണ്ടാവും, കുറച്ച് സമ്പത്തും കുറച്ച് കന്നുകാലികളും. ഇത് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കുമുള്ള നേർച്ചയാണ് എന്നവർ പറയും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു എന്നെ എന്തിനാണ് പറഞ്ഞയച്ചത്? നബി പറയാൻ, എന്നെ പടച്ചോൻ പറഞ്ഞയച്ചത് എന്തിനാണ്? അല്ലണ്ട് എന്ന് പറയാനല്ല. പിന്നെ എന്തിനാ പറഞ്ഞയച്ചെന്നറിയോ? അദ്ഉക്കും, ഞാനിതാ നിങ്ങളെ ക്ഷണിക്കുന്നത്. നബി പറയാൻ, നബിയായ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇലാ ഇബാദത്തില്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദ്, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ പലരോടും ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്.
അതിൽ നിന്ന് ഏകനായ അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു എന്നെ പറഞ്ഞയച്ചത്. കഴിഞ്ഞില്ല. വഅദ്ഉക്കും, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്, പടച്ചോന്റെ ഒപ്പം നിങ്ങൾ കുറെ ഔലിയാക്കന്മാരെ കൂടി ആരാധിക്കുന്നു, നേർച്ചകൾ നേരുന്നു, സത്യം ചെയ്യുന്നു, നിങ്ങൾ അവരിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ അവരെ ഭയപ്പെടുന്നു. അതിൽ നിന്ന് മാറി പടച്ചവനോട് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയാനാണ് അള്ളാഹു എന്നെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് വിശ്വാസികളെ, ഫഇദാ സഅൽത ഫസ്അലില്ലാ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കണം. ഫഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, സഹായം ചോദിക്കുകയാണെങ്കിൽ പടച്ചോനോട് മാത്രം സഹായം ചോദിക്കണം. ആ മാത്രമാണ് കൂട്ടരെ തൗഹീദ്. ആ മാത്രത്തിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി, തൗഹീദിൽ നിന്ന് പോയി, നബിയിൽ നിന്ന് അബൂജഹലിലേക്കുള്ള ദൂരം ഈ രണ്ടക്ഷരമാണ്. മാത്രം, പടച്ചോനോട് മാത്രം, അള്ളാഹുവിൽ നിന്ന് മാത്രം, അള്ളാഹുവിനോട് മാത്രം. ഈ മാത്രം പോയാൽ നബിയിൽ നിന്ന് അബൂജഹലിലേക്കെത്തും, സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കെത്തും, ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്കെത്തും. അതുകൊണ്ടാണ് ഉറപ്പിക്കാൻ വേണ്ടി ഓരോ നിസ്കാരത്തിലും നമ്മളെ കൊണ്ട് അല്ലാഹു ചൊല്ലിപ്പിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതെന്തിനങ്ങനെ റമദാനിൽ പറഞ്ഞറിയോ? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നിഷ്കളങ്കരായ മനുഷ്യന്മാർ ചോദിക്കലില്ലേ, എടാ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങള് പടച്ചോനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എടാ ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെയല്ലേ വിശ്വസിക്കണ്? ഈ നാടും ഈ പ്രപഞ്ചവും മുഴുവൻ അള്ളയാണ്, ഞങ്ങൾക്ക് രണ്ട് അള്ളുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞങ്ങൾ പടച്ചോനെ വിളിക്കണമാതിരി വേറെ ആരെങ്കിലും വിളിക്കണ്ടോ? ഞങ്ങളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കണം, എല്ലാം തന്നെ പടച്ചോനെ തന്നെയല്ലേ ഞങ്ങളെ വാദം. പിന്നെ എന്തിനാണ് ഞങ്ങളെ പറ്റി പറയുന്നത്? നിഷ്കളങ്കരായ മനുഷ്യരാണ്. പൗരോഹിത്യത്തെ വിടുക. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ, നമ്മുടെ കുടുംബത്തിലെ സാധാരണക്കാർ, നമ്മുടെ കൂട്ടുകാരിലെ സാധാരണക്കാർ, അവരോട് യുവാക്കളെ പറഞ്ഞു കൊടുക്കണം. നമ്മള് ഒരാൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളതുകൊണ്ട് മുസ്ലിം ആകൂല. ഒരാൾ അള്ളയാണ് ലോകം പടച്ചത്, കുട്ടിനെ തരുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ആകൂല. അവനാന്റെ ജീവിതത്തിൽ പടച്ചോന് വേണ്ടി നിസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് മുസ്ലിം ആകൂല. ഒരാൾ അള്ളാഹ്ക്ക് നേർച്ച നേർന്നതുകൊണ്ട് മുസ്ലിം ആകൂല. ഒരാൾ പടച്ചോനാണ് എനിക്ക് ജീവിതത്തിൽ എല്ലാം തരുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആവൂല. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് എന്ത് പറഞ്ഞറിയോ? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ലാ റാസിഖ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാ മതി എന്ന് പറയണം, ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാ മതി എന്ന് പറയണം, ലാ മാലിക ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാ മതി എന്ന് പറയണം. അള്ളാഹ് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ ഒരാ ഇസ്ലാമിലാവില്ല. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ശുഹദാക്കളും ഒക്കെയുണ്ട്. പക്ഷേ സഹായം തേടാനോ ജീവിതത്തിൽ പ്രതീക്ഷ അർപ്പിക്കാനോ ഖൈറും ശർറും തേടാനോ പടച്ചോനല്ലാതെ ഒരാളോടും പാടില്ല എന്ന് വിശ്വസിക്കുമ്പോഴേ മുഹമ്മദ് നബിയാകൂ, അല്ലെങ്കിൽ അബൂജഹലിന്റെ ആദർശമായി മാറും. അതുകൊണ്ടാണ് അങ്ങനെ പറയിപ്പിച്ചത്. നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ആളുകൾ മനസ്സിലല്ലാത്തതുകൊണ്ട് അവർ വിശ്വസിക്കണം. എന്തറിയോ? ഞങ്ങളിപ്പോ വേറെ അള്ളാനെ വിളിക്കണില്ലല്ലോ, നമ്മൾ അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചാ പോരാ, അതേ പടച്ചോനോട് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കണം. സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവില്ലേ, എല്ലാം അള്ളയാണ്, എല്ലാം പടച്ചോനാണ് എന്ന് വിശ്വസിച്ചിട്ട് പിന്നെങ്ങനെയാണ് അള്ളാന്റെ കൂടെ നബിമാരെ വിളിക്കുക? അവരെ വിളിക്കണം എങ്ങനെ അറിയോ? അള്ളാഹുവെ കാത്തുരക്ഷിക്കണമേ. അടുത്ത വിളിക്കണേ കാഫിറായോലല്ല, ഇബ്രാഹിം നബിയെ കാത്തുരക്ഷിക്കണമെന്ന് വിളിച്ചീന അള്ളാഹ് പറഞ്ഞ ശിർക്കാണ്. ഇബ്രാഹിം നബിയെ വിളിച്ചീനാ പറഞ്ഞത്. അള്ളാഹുവേ നീ എനിക്ക് കുട്ടിയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണ കൂടെ ഇസ്മായിൽ നബിയെ കുട്ടിയെ നൽകണമേ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബദറുണ്ടായത്. നബിമാരെ വിളിച്ചതിന്റെ പേരിലാണ്, ഔലിയാക്കന്മാരെ വിളിച്ചതിന്റെ പേരിലാണ്, മുൻഗാമികളായ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ്. ആ കൂട്ടത്തിൽ ആ വിഗ്രഹം പെടുള്ളൂ, അല്ല വിഗ്രഹത്തെ മാത്രമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു യുക്തിപരമായൊരു ചിന്ത ഉണ്ടാവില്ലേ, എല്ലാം പടച്ചോനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ മുൻഗാമികളെയും മഹത്തുക്കളെയും വിളിക്കാൻ? കാരണം എന്താ? 4 കാരണം അള്ളാഹ് പറഞ്ഞു. ഇത് അള്ളാഹ് ഇങ്ങനെ ചോദിച്ച് പഠിപ്പിക്കാണ്, ചോദിച്ച് പഠിപ്പിക്കാൻ. നബിയെ ചോദിക്ക്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. എടാ ഒരു ഉപകാരവും ചെയ്യൂല നിങ്ങൾ എന്നെ പറയണേ, മരിച്ചുപോയവരെ പിന്നെ നിങ്ങൾ എന്തിനാ അള്ളാന്റെ കൂടെ വിളിക്കണേ? അള്ളാൻ ഒഴിവാക്കിയിട്ടല്ല. അവിടെ ഒന്നാമത്തെ വാദം എന്താ അറിയോ? അവിടെ ഒന്നാമത്തെ വാദം ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്,
ഞങ്ങളെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയൊക്കെ വിളിക്കുന്നത് അള്ളാനെ പോലെ എല്ലാ കഴിവും പടച്ചോന്റെ മാതിരി വേറെ റബ്ബുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല. വാദങ്ങൾ ഓർമ്മ ഉണ്ടാകട്ടോ. നമ്മൾ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ സാധുക്കളല്ലേ, ഇവർ വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പം മഹത്തുക്കളായ ഇവർ നമുക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. ആരെ വാദം അറിയോ? അബൂജഹലിന്റെ വാദം. അള്ളാഹുവിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. അല്ലാഹ്ക്കറിയാത്തൊരു കാര്യം നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി. അല്ലാഹ് പറയാൻ പരലോകത്ത് ആൾക്കാർ നിൽക്കുമ്പോൾ നിങ്ങൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ എന്നോട് ശുപാർശ പറയും. അങ്ങനെ ഞങ്ങൾക്ക് പുറത്തിരുന്നുള്ള ഞാനല്ല പഠിപ്പിച്ചേ. അത് നിങ്ങൾക്ക് എനിക്കറിയാത്തൊരു കാര്യം നിങ്ങൾ പറയേ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. നിങ്ങൾ ചെയ്യുന്ന കൊടിയ പാപമായ ശിർക്കാണ്. ഏത്? പരലോകത്ത് ശുപാർശകന്മാരാകും എന്ന വാദത്തിന് വേണ്ടി അല്ലല്ലാത്തോരെ വിളിച്ച് ഔലിയാക്കന്മാരോട് ദുആ ചെയ്യുന്നത് ശിർക്കും പടച്ചോൻ അറിയാത്ത കാര്യമാണ്. രണ്ടാമത്തെ വാദം എന്താ അറിയോ? രണ്ടാമത്തെ വാദം അവർ വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ, പടച്ചോന്റെ കൂടെ മഹത്തുക്കളായ ഔലിയാക്കന്മാരോട് കൂടി അവർ തേടാനുള്ള കാരണം മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. നമ്മൾ സാധുക്കളല്ലേ, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തോലല്ലേ, നമ്മൾ വീണ്ടും വീണ്ടും റമദാനിലൊക്കെ തൗബ ചെയ്യണോലല്ലേ. പടച്ചോൻ ആദരിച്ച മഹത്തുക്കളിലെ കറാമത്തുള്ള മുഅ്ജിസത്തുള്ള അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരോടും നമ്മൾ പറഞ്ഞാൽ അവർ വഴി അള്ളാഹുവിലേക്ക് അടുക്കാം, പടച്ചോനോട് അടുപ്പിക്കാൻ വേണ്ടി തേടുകയാണ്. അല്ലാതെ വേറെ അല്ലാന്നുള്ള വാദം ഞങ്ങൾക്കില്ല. പടച്ചോന്റെ വാക്കെന്താ അറിയോ? അള്ളാന്റെ വാക്ക് നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എടാ, പടച്ചോനെക്കാളും വലിയ അടുത്തം വേറെ ആരുമില്ല. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. പടച്ചോനാണ് ഏറ്റവും അടുത്തവനും. പടച്ചോണ്ട് നേർക്ക് നേരെ ചോദിച്ചാലാണ് ഉത്തരവും കിട്ടുക. നിങ്ങൾ ആ ചെയ്യണ തെറ്റെന്ന് മാറിക്കണം കേട്ടോ. മൂന്നാമത്തെ അബൂജഹലിന്റെ വാദം തന്നെയാണ് സോങ്ങളെ. അല്ലാഹുവേ, നബിനോട് പറയാൻ മുഹമ്മദേ, ഞങ്ങള് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിക്കുന്നത് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ചോദിക്കണത്. അല്ലാതെ അവർ അല്ലാഹനെ പോലെ എല്ലാ കഴിവും സ്വതന്ത്രമായിട്ടുണ്ട് എന്നല്ല. അല്ലാഹ് കൊടുത്ത കഴിവെന്ന്. അവർ ഹജ്ജിന്റെ സമയത്തിൽ തൽബിയത്ത് എങ്ങനെയാണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അതുവരെ ഇസ്ലാമികമായ തൽബിയത്താണ്. അതുവരെ ഇത് നബി വരുമ്പം മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുമ്പോൾ ചെയ്യുന്ന തൽബിയത്താണ് നമ്മളിപ്പോ ചെല്ലുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക നബി പറഞ്ഞതാണ്. അവർ ചൊല്ലുന്ന ആ തൽബിയത്ത് അതേപോലെ ചൊല്ലും. അബൂജഹൽ വലിയ തൽബിയത്താണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ബാക്കി എന്താ ചൊല്ലുന്നത്? ഇല്ലാ ശരീകൻ ഹുവ ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരമേകിക്കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അബൂജഹലാട്ട് പറഞ്ഞത്, അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരമേകിക്കൊണ്ടാണ് മക്കയിൽ കഅബാലയത്തിൽ ഞങ്ങൾ വരുന്നത്. നിനക്കൊരു പങ്കാളിയുമില്ല. പക്ഷെ ഒരാളോട് ഞങ്ങൾ നിന്നോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതാരാണ്? തംലിക്കുഹു വമാ മലക്. നീ കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത്. നീ ഔലിയാക്കന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടാവൂലേ, മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടാവൂലേ. അതുകൊണ്ടാണ് സാധാരണക്കാരായി ഞങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ മറുപടി, പടച്ചോന്റെ മറുപടി, ഇൻ തത്തബിഊന ഇല്ലല്ലൻ വ ഇൻ അൻതും ലാ തുഹറസൂൻ. നിങ്ങൾ എന്തൊരു ഭാവനയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇന്ന ആളുകൾക്കൊക്കെ ഇന്നതൊക്കെ കൊടുത്തുകണ്, ഇന്നവരോടൊക്കെ ചോദിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ ഭാവനയിൽ ഉണ്ടാക്കി തേടല്ലേ. അത് ഇസ്ലാമായിട്ട് ബന്ധമല്ല. അവസാനത്തെ വാദം താരം മക്കളെ മുശ്രിക്കാളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിക്കണത്, ഇസ്മായിൽ നബിയെ വിളിക്കണത്, അള്ളാന്റെ കൂടെ വിളിക്കണത്? നാലാമത്തെ വാദം, ഖാലു ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ്, ഞങ്ങളെ മഹല്ല് ഇങ്ങനെയാണ്, ഞങ്ങളെ വാപ്പ വല്യാപ്പ കുടുംബക്കാരെല്ലാരും ഇങ്ങനെയാണ്. ഇപ്പം മുഹമ്മദെ ഈ വന്നാണ്ട് ഇതൊക്കെ തെറ്റാറിന അങ്ങനെ ഇപ്പൊ തറവാടികളായി ഞങ്ങൾ മാറാൻ തൽക്കാലം തയ്യാറാണല്ലോ. അപ്പൊ അത്രയും കാലമുള്ള വാപ്പാരും വല്യാപ്പാരൊക്കെ നരകത്തിലും ഞങ്ങൾ പേരക്കുട്ടികൾ മാത്രം സ്വർഗത്തിലും. അങ്ങനെ ഒരു വാദം ഞങ്ങൾക്ക് പറ്റൂല. അള്ളാന്റെ വാദം, അവലൗകാന ആബാഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. എടാ, വാപ്പാർക്കും വല്യാപ്പാർക്കും ഹിദായത്ത് തെറ്റില്ല എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആ ദലാലത്തിന്റെ വഴിയിലാ പോലെ. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? സഹോദരങ്ങളെ, 4 വാദം. ഞാനത് യുവാക്കളും യുവതികളും പ്രത്യേകിച്ച് കേൾക്കാനാണ്. 4 വാദ മക്കയിൽ അബൂജഹൽ പറഞ്ഞ്. പടച്ചോന്റെ കൂടെ ആരെ വിളിക്കാന്നറിയോ? ആരെ വിളിക്കാൻ? മുഅ്ജിസത്തും കറാമത്തും ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ് ഇബ്രാഹിം നബിനെ ഇസ്മായിൽ നബിനെ വിളിക്കാൻ അബൂജഹൽ പറഞ്ഞ 4 കാരണമാണ്. 1, അവർ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യും. 2, അവർ വഴി ഞങ്ങൾക്ക് അല്ലാഹുവിനോട് അടുക്കാം.
3 അവർക്ക് അള്ള കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത്. 4 ഞങ്ങൾ പാരമ്പര്യമായി ഞങ്ങളെ വാപ്പാരുമാരും ഇങ്ങനെയാണ്. ഈ 4 അള്ള പറഞ്ഞു കൊടിയ ശിർക്കാണ്. ഇനി ലളിതമായിട്ടൊരൊറ്റ കാര്യം, ഈ 4 വാദമല്ലാത്ത 5-മത്തൊരു വാദം 2025 അല്ലല്ലാത്ത മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, ബദരീങ്ങളെ വിളിക്കാൻ, ഉള്ളാളം തങ്ങളെ വിളിക്കാൻ, മുനമ്പത്ത് ബീവിനെ വിളിക്കാൻ, ഉറൂസ് നടത്താൻ, ആണ്ടുനേർച്ച നടത്താൻ ഈ 4 കാരണം അബൂജഹൽ പറഞ്ഞ 4 കാരണമല്ലാത്ത 5-മത്തൊരു കാരണം 2025 പോലും ഇല്ല. നിങ്ങൾ ചോദിക്കും, നമ്മൾ വെല്ലിമ്മാണ്ട്, വെല്ലിമ്മ നിങ്ങൾ എന്തിനാ ബദരീങ്ങളെ രക്ഷിക്കണേന്ന് തേടുന്നത്? ബദരീങ്ങൾ കറാമത്തെറ്റിയോലല്ലേ ഓല് വഴി അള്ളാനെ കടുക്കാൻ. നിങ്ങൾ എന്തിനാ സിയാറത്ത് ടൂർ നടത്തുന്ന? കുടുംബത്തിലെ ഭാര്യ വീട്ടുകാരോട് മാന്യമായിട്ട് ചോദിക്കും, ഓലെന്താ പറയാ, അവിടെ അള്ളണ്ടെന്ന അല്ല. പിന്നെയോ ഞങ്ങൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യർ വഴി അള്ളാഹുലേക്ക് അടുക്കാൻ. നിങ്ങൾ എന്തിനാണ് ഉള്ളാളത്ത് പോകുന്നത്? എന്തേ അവിടെ പോയിട്ട് പിന്നെ നാഗൂർക്ക് പോണത്? പിന്നെന്തേ അജ്മീർ പോണത്? പിന്നെന്തേ മുനമ്പത്ത് പോണത്? ഒരു ജാറത്ത് തന്നെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചൂടെ? ഇല്ല. പിന്നെ ആ ജാറത്ത് പോയാൽ പൈതൽ ജാറത്തുനിന്ന് പൈതലെ കുട്ടികളെ കിട്ടുള്ളൂ. ഇന്ന ജാറത്ത് പോയാൽ രോഗമേ മാറുള്ളൂ. ഇന്ന ജാറത്ത് പോയാൽ ബർക്കത്തെ കിട്ടുള്ളൂ. ഇതാരാ പറഞ്ഞത്? അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓരോ ജാറത്തിങ്ങളും ഓരോ കഴിവാണ്. അതിന് അള്ള പറഞ്ഞത് ഇതാരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഈ വിശ്വാസത്തിനാണ് അബൂജഹലിനോട് ബദറുണ്ടായത്. ഈ വിശ്വാസത്തിന്റെ പേരിലാണ് ഇസ്ലാം എന്ന് പുറത്തുപോയത്. ഈ വിശ്വാസത്തിന്റെ പേരിലാണ് ലഅനത്തുല്ലാഹി അലൈഹിം, പടച്ചോന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. ഇതറിയാതെയാണ് നമ്മുടെ എളാപ്പയും നമ്മുടെ മൂത്താപ്പയും നമ്മുടെ ഭാര്യ വീട്ടുകാരും നമ്മുടെ ഭർത്തൃ വീട്ടുകാരും നമ്മുടെ മകൾ കെട്ടിച്ചെടുത്തും നമ്മുടെ മകൻ വിവാഹം കഴിച്ചെടുത്തും ആയിരക്കണക്കിന് സാധുക്കളായ നിഷ്കളങ്കരായ മുസ്ലിം സഹോദരങ്ങൾ അവനാന്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. പറഞ്ഞുകൊടുക്കണം യുവാക്കളെ, അങ്ങാടിയിലുള്ള ആളുകളെ പറഞ്ഞുകൊടുക്കണം, ചേർത്ത് നിർത്തി പറഞ്ഞുകൊടുക്കണം. എടാ നബിന്റെ ഉപ്പാന്റെ പേരെന്താണ്? അബ്ദുള്ളയാണ്. എന്താ അതിന്റെ അർത്ഥം? അള്ളാന്റെ അടിമ. ആരാട്ടത്? അബ്ദുൽ മുത്തലിബ്. നബി ജനിക്കണതിന് മുന്നേ നബിന്റെ വാപ്പാക്ക് അബ്ദുള്ള അള്ളാന്റെ അടിമ എന്ന് പേരിടണമെങ്കിൽ ഓൽക്ക് അള്ളാൻ അറിയില്ലേ? പടച്ചോൻ അറിയില്ലേ? അബൂജഹല് ബദർ ജയിക്കാൻ വേണ്ടി ആരോടാ പ്രാർത്ഥിച്ചത്? മൊയ്തീൻ ശൈഖിനോടല്ല, അല്ല മുമ്പ് കഴിഞ്ഞു പോയ ഇബ്രാഹിം നബിയോടല്ല, അള്ളാഹോട് തേടി. പിന്നെങ്ങനെയാണ് പടച്ചോനോട് തേടി അബൂജഹൽ മുശ്രിക്കായത്? ഈ പഠനമാണ് ബദറിൽ നടക്കേണ്ടത്. ആ പഠനത്തിൽ നിന്നാണ് തൗഹീദ് എന്ന പടച്ചോനോട് മാത്രം എന്ന കറകളഞ്ഞ ആദർശം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. തീരുമാനിക്കണം, നമ്മൾ നബിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇതിന്ന് വ്യതിചരിക്കൂല. ലോകത്തെന്ത് വന്നാലും പടച്ചോനോട് മാത്രം, അള്ളാനോട് മാത്രം, പടച്ചവനിൽ നിന്ന് മാത്രം സഹായം തേടാനും പ്രാർത്ഥിക്കാനും നമ്മളും നമ്മുടെ കുടുംബവും തയ്യാറാവുക, പഠിപ്പിക്കുക, ബോധവൽക്കരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ റമദാനിൽ ഈ വിഷയം ഇപ്പം ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ അറിയോ? നമ്മുടെ ഒരു നാട്ടിലൊരു പൊതുചിത്രങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ എല്ലാ ആഘോഷങ്ങളിലും എല്ലാ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തും അവിടെ ദീനൊന്നും നോക്കേണ്ടതില്ല എന്നൊരു പൊതുതത്വം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. റമദാൻ 17 നമ്മുടെ പരിസരങ്ങളിലുള്ള, ചുറ്റുഭാഗത്താകാം പരിസരങ്ങളിലുള്ള പള്ളികളിൽ നിന്നൊക്കെ ബദരീങ്ങളുടെ ആണ്ട് നേർച്ച നടക്കും. അപ്പൊ നമ്മള് ബദർ എന്തിനാന്ന് മനസ്സിലാക്കി, 2 ഭാഗം എന്തിനാ തിരിഞ്ഞത് മനസ്സിലായി. എന്താ നമ്മള് സത്യത്തിൽ സംഭവിക്കണം അറിയോ? ഈസാ നബി, ഞാനീ പറഞ്ഞ മനസ്സിലുണ്ടാവണം, ഈസാ നബി അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഈസാ നബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമുദായം ഉണ്ടായി. ശരിക്കാലോചിക്കണം. നമ്മുടെ നാട്ടില് ഒന്നുകൂടി മലയാളികൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പറയണം, ശ്രീനാരായണ ഗുരു 2 കാര്യങ്ങളാണ് ലോകത്ത് പഠിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന്റെ ആപ്തവാക്യങ്ങളിലും അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികമായ പ്രഭാഷണങ്ങളിലും ഒക്കെ ഏറ്റവും പ്രധാനം 2 കാര്യമാണ്. ഒന്ന്,
വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ആരാധിക്കരുത്. 2, മദ്യം വിഷമാണ്, അതുമായി ബന്ധപ്പെടരുത്. അതേ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ സംഘടന ഉണ്ടാക്കി അതിന്റെ മുകളിൽ നിന്ന് പാർട്ടി വോട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ 2 മെയിൻ ബിസിനസ്സാണ്. മൊത്തം അബ്കാരി കോൺട്രാക്ടർമാരാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ആൾക്കാരാണ്. എന്താണോ ശ്രീനാരായണ ഗുരു പറഞ്ഞ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ജീവിതത്തിൽ പകർത്തി ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കുന്നത് പറയാം. 2, വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി അമ്പലമുണ്ടാക്കി പ്രാർത്ഥിക്കാം. ഇതേ കാര്യമാണ് മുസ്ലിം സമുദായം. ബദരീങ്ങൾ എന്തിനാണ് അബൂജഹലിനോട് പോരാടി അറിയോ? അള്ളാന്റെ കൂടെ നബിമാരെ വിളിക്കരുത്, ശിർക്കാണെന്ന് പറഞ്ഞിട്ട്. ഇനി റമദാൻ 17 എന്താ സംഭവിക്കറിയോ? ബദരീങ്ങളുടെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബന. അതേ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക, ബദരീങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുക, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക, ബദരീങ്ങളെ കറാമത്ത് കൊണ്ട് കുട്ടിനെ തന്നെ എന്ന് പ്രാർത്ഥിക്കുക, ഇന്റെ കുട്ടിന്റെ കല്യാണം നേരെയാകണേ എന്ന് പ്രാർത്ഥിക്കുക. എന്തുവരെ രസങ്ങളെ മരിക്കാൻ നേരത്ത് അവസാനമായി ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും പറഞ്ഞെടുത്ത് വരെ അവസാനിക്കണം. എന്താ അറിയോ? ബദരീങ്ങളുടെ കറാമത്ത് കൊണ്ട് മലക്കുൽ മൗത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമെന്ന് പ്രാർത്ഥിക്കുക. ഏത് ദിവസം എന്നറിയോ? ഏത് ദിവസം പടച്ചോനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ലോകത്ത് പ്രഖ്യാപിച്ച് അതിന്റെ പേരിൽ യുദ്ധം നടത്തി അതേ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കും. ഇങ്ങോട്ട് അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുക, കോഴിയിറച്ചിണ്ട്. അപ്പൊ നമ്മളെ ആൾക്കാർ മൗലവി ആഘോഷത്തിലൊന്നും ഞങ്ങളില്ല, എന്നാലും നെയ്ച്ചോറ് നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ബീഫ് വരട്ടി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ദഫ് മുട്ടി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മളതിന് മാറുന്ന നമ്മളെ പറ്റി ഓലെന്താ കരുതുക? ഞാൻ ക്ലബിന്റെ പ്രസിഡന്റ് അല്ലേ, ഞാൻ മെല്ലെ മുഖം കാട്ടിയെങ്കിലും പോരണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെന്തിനാ മുസ്ലിമായി ജീവിക്കണേ? സ്വർഗം കിട്ടാൻ. ലോകത്തെ ഏത് കാര്യവും പടച്ചോൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പടച്ചോൻ പൊറുത്തരും. പക്ഷെ അല്ല പൊറുക്കൂല. നേർക്കുനേരുള്ള ആയത്തെന്താ അറിയോ? പടച്ചവന്റെ നേർക്കുനേർ ഒറ്റ ആയത്തുന്നത് മനസ്സിലാവും. അള്ളാഹു നേർക്കുനേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും ഇത്തരം കാര്യത്തിൽ നമ്മൾ സമീപിച്ചാൽ, ഇന്നഹു മയ്യുശ്രിക്കു ബില്ലാഹ്, ശിർക്കുമായിട്ട് സഹകരിച്ചാൽ, കോംപ്രമൈസ് ചെയ്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം ഹറാമാണ്. സ്വർഗം ഹറാമാണ് എന്താ അറിയോ? ചോദിക്കാൻ അധികാരമില്ല, കഴിഞ്ഞില്ല. വമഅവാഹുമുന്നാർ, അല്ലാഹു ഉറപ്പിക്കാൻ സ്വർഗ ഹറാമാന്ന് പറഞ്ഞ എന്താണ് കൂട്ടരെ? നരകത്തിൽ ശാശ്വതമാണ്. വമാലിൽ ളാലിമിന മിൻ അൻസ്വാർ, നരകത്ത് കടന്നിട്ട് നിലവിളിച്ചാൽ പിന്നെ സഹായത്തിന് ആരുമില്ല. യൂട്യൂബിന്റെ ആൾക്കാരൊക്കെ നിന്നുണ്ട്, ഈ നാട് സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്, കണ്ടോ ബദരീങ്ങളുടെ ആണ്ടിന് 1000 ആളുകൾക്ക് നെയ്ച്ചോറും കോഴിയും. അപ്പൊ നമ്മളെ ആൾക്കാർക്ക് കുഴപ്പമില്ല, ഞാനും പോയി എന്നാ കുഴപ്പമില്ല. എന്നിട്ടാ വന്നിട്ട് പറയാ ബസുമതി അരി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ ആരാണ് ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ച്? ഇന്നാണ് എനിക്ക് ചോദിച്ചതായിട്ട് ഓർമ്മയുണ്ട്. നിങ്ങൾ ആ ഭാഗം ഞാൻ എന്തിനാ യുവാക്കളോട് പറഞ്ഞറിയോ? യുവാക്കൾ നിങ്ങളെ മനസ്സിലത് ഉറക്കണ്ടി. തൗഹീദ് പറഞ്ഞ എങ്ങനെ നിങ്ങൾക്ക് കാര്യമില്ല. നമ്മളെ വാപ്പ, ഞാൻ ഒരു ഖുതുബി പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വാപ്പാനെ ഒരാൾ ഇവിടുന്ന് വെടിവെച്ചാണ് കൊന്നിട്ട് അതിന്റെ ഒരു 1ാമത്തെ ആണ്ട് ഇവിടെ നടക്കുക. കൊന്നോല് മുഴുവൻ ഇവിടെ ആഘോഷം നടത്തുകയാണ്. എന്നിട്ട് അതിന്റെ നെയ്ച്ചോറും ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഇറച്ചി കൊണ്ട് പെരീക്കരുമേ നമ്മള് നെയ്ച്ചോറൊന്നും ചെയ്തിട്ടില്ലല്ലോ, വാപ്പാനെ കൊന്നതാണെങ്കിൽ ഞാൻ തിന്നാൻ നമ്മൾ പറയോ? ഇല്ല. എന്തേ കാരണം? അവിടെ നെയ്ച്ചോറും ബീഫല്ല പ്രശ്നം. എന്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നു? പടച്ചോൻ ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്നാ പ്രശ്നം. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, സൂറത്ത് മാഇദയിൽ പന്നിമാംസം ഹറാമാണ്, രക്തം ഹറാമാണ്, കള്ള് ഹറാമാണ്. 4 പടച്ചോനല്ലാത്തവർക്ക് നേർച്ച നേർന്നതും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെടുന്നതും ഉണ്ടാക്കപ്പെടുന്നതുമായ ഭക്ഷണം കള്ളിന് സമാനമാണ്, പന്നിമാംസത്തിന് സമാനമാണ്, രക്തം കുടിക്കുന്നതിന് സമാനമാണ്. അത് ഹുർരിമത് അലൈക്കും, നിങ്ങൾക്ക് ഹറാമാണ്. നമ്മളെ കുട്ടി അവിടുത്തെ മദ്രസയിലാണ്, മകളെ കുട്ടി അവിടുത്തെ മദ്രസയിലാണ്. അതൊന്നും അള്ളാഹിന്റെ അടുക്കൽ ന്യായമല്ല. മദ്രസ മാറ്റാന്നല്ലാതെ ആദർശം മാറ്റാൻ പറ്റൂല. നമ്മുടെ മനസ്സിലുണ്ടാകുക ഇതീന്ന് പോകരുത് കേട്ടോ, ഇതീന്ന് പോകരുത്. ഇത് പഠിച്ചു വെക്കണം. മക്കയിലെ മുശ്രിക്കാളായത് പടച്ചോൻ അറിയാത്തോണ്ട് ഓല വിളിച്ചു പ്രാർത്ഥിക്കാത്തതുകൊണ്ട് അല്ല, പടച്ചോനെ പ്രാർത്ഥിക്കുന്ന കൂടെ മുൻഗാമികളെ കൂടി വിളിച്ചതുകൊണ്ടും അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചത് കൊണ്ടാണ്. നമ്മൾ വിവാഹം കഴിക്കുമ്പോഴും ഇതേ ആദർശത്തിന് പരിഗണന കൊടുക്കണം. നമ്മൾ വിവാഹം കഴിപ്പിക്കുമ്പോഴും ഇതേ ആദർശത്തിന് പരിഗണന കൊടുക്കണം. നമ്മുടെ മുന്നിലേക്ക് വരുന്നത്
മുഹമ്മദ് നബിയുടെ ആദർശത്തിലാണ് ഞാൻ കല്യാണം കഴിപ്പിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ ആദർശത്തിലേക്ക് തന്നെ വിവാഹം ഞാൻ കഴിപ്പിക്കണം. അവിടെ ഞാൻ സമ്പത്ത് നോക്കി, തറവാട് നോക്കി, ദൂരം നോക്കി, ഹൈറ്റ് നോക്കി, വെയിറ്റ് നോക്കി ഞാൻ അബൂജഹലിന്റെ ആദർശത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എത്രമാത്രം ഈമാനികമാണ് എന്നുകൂടി നമ്മൾ സാന്ദ്രികമായി ആലോചിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, കത്തിയാ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കുടുംബജീവിതത്തിലും സാമ്പത്തികമായ മേഖലയിലും ശാരീരികമായ അവസ്ഥയിലുമൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഫലസ്തീനിലെ ഗസ അടക്കമുള്ള വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സാധുക്കളായ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നിർഭയത്വവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, യതീമുകളായ വിധവകളായ ഒരുപാട് ആളുകൾ റഹ്മാനായ നാഥ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ.